ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നമ്മൾ ഓപ്ഷൻ സീരീസിൻ്റെ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്ന ടേം ഇൻട്രിൻസിക് വാല്യൂ ആണ്. നമ്മളിപ്പോൾ ഓപ്ഷനിൽ മണിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ദ മണി തുടങ്ങിയ ടേമുകൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഈ ഒരു ടേം ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മണിനെസ് മനസ്സിലാക്കാൻ വേണ്ടി. ഓപ്ഷനുമായി ബന്ധപ്പെട്ട ചില ടേംസ് കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചില ടേംസ് ഇതിൽ മനസ്സിലാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ ഓപ്ഷൻ്റെ ബേസിക് വീഡിയോസിൽ വരുന്ന കുറച്ച് വീഡിയോസ് പൂർണ്ണമായി കഴിഞ്ഞ ശേഷം നമുക്ക് ഓപ്ഷൻ ബേസിക് സീരീസിൽ വരുന്ന വീഡിയോസ് ഫുള്ളായ ശേഷം നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. ആ ചാനലിൽ പോയ ശേഷം എല്ലാ വീഡിയോസും ഒന്നുകൂടി കണ്ട ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ചില ടേംസ് ഇപ്പോൾ പറയാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ടേംസ് മനസ്സിലാവണമെന്നില്ല ഓപ്ഷനെ കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക്. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിൽ അണ്ടർലൈൻ ആയിട്ടുള്ളത്, അതായത് അതിലടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ആ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സ്പയർ ആകുമ്പോൾ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ ബാക്കിയായിട്ടുണ്ടായിരിക്കുന്ന വാല്യൂ, ആ ഒരു വാല്യൂ ആണ് ഇൻട്രിൻസിക് വാല്യൂ. എക്സ്പയർ ആകുന്ന ടൈമിന് നമുക്ക് അറിയാം അത് ടൈം വാല്യൂ ഒന്നുമില്ല. അതുകൂടാതെ മറ്റു വാല്യൂസ് എക്സ്ട്രിൻസിക് ആയിട്ട് വരുന്ന ഒരു വാല്യൂം അതിൽ ബാക്കി ഉണ്ടായില്ല. അതിൻ്റെ യഥാർത്ഥ വാല്യൂ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാകുന്നത്, അതായത് ഇൻട്രിൻസിക് വാല്യൂ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാകുന്നത്. ഒരു ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ പ്രൈസിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിൽ അടങ്ങിയിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്, കൂടാതെ എക്സ്ട്രിൻസിക് വാല്യൂ കൂടി ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. എക്സ്ട്രിൻസിക് വാല്യൂ പറയുമ്പോൾ മെയിനായിട്ട് ടൈം വാല്യൂ ആണ്. അതുകൂടാതെ ചിലപ്പോൾ വോൾട്ടിലിറ്റിൻ്റെ ചെറിയൊരു വാല്യൂ ഉണ്ട്, മറ്റു ചില ഫാക്ടേഴ്സും കൂടിയുണ്ട്. പക്ഷേ അതെല്ലാം ചെറിയതാണ്. പക്ഷേ മെയിനായിട്ട് വരുന്നത് ടൈം വാല്യൂവിൻ്റെ ഒരിതാണ്. ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ, കോൾ ഓപ്ഷൻ്റെ ആണെങ്കിൽ സ്പോട്ട് പ്രൈസ് എന്ന് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് ചെയ്താൽ മതി. അതേപോലെ പുട്ട് ഓപ്ഷൻ്റെ ആണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് എന്ന് സ്പോട്ട് പ്രൈസ് മൈനസ് ചെയ്താൽ മതി. ജസ്റ്റ് ഓപ്പോസിറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇൻട്രിൻസിക് വാല്യൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻട്രിൻസിക് വാല്യൂ എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ സീറോ ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആവില്ല. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇൻട്രിൻസിക് വാല്യൂ സീറോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതേ ലെവലിലാണ് എക്സ്പയർ ആകുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കോൺട്രാക്റ്റുകൾ എടുത്ത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഈ വാല്യൂസിൻ്റെ, ഇൻട്രിൻസിക് വാല്യൂ, ടൈം വാല്യൂവിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്ന അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിത് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓപ്ഷൻ ചെയിൻ ആണ്. ഓപ്ഷൻ ചെയിൻ എടുക്കാൻ സിമ്പിളാണ്. ജസ്റ്റ് അവിടെ ബൈ സെല്ലിന് ശേഷം നമുക്കൊരു ചെറിയൊരു ഓപ്ഷൻ ചെയിൻ്റെ ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ലോഡായി കിട്ടും. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് മെയിനായിട്ടൊന്ന് നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു സാധനമാണ് മിഡിലിൽ സ്പോട്ട് പ്രൈസ്, അതായത് ഇപ്പോഴുള്ള നിഫ്റ്റിൻ്റെ പ്രൈസ്. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള നിഫ്റ്റിൻ്റെ ഓപ്ഷനാണ്, അതുകൊണ്ട് നിഫ്റ്റിനെ കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണെന്ന് എടുക്കുന്നില്ല, ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് കാണിക്കും. അതിൻ്റെ സ്പോട്ട് പ്രൈസ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് 16,884. മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം ഇപ്പോൾ മാർക്കറ്റ് ടൈമാണ്, അതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു സൈഡിൽ കാണുന്നത് മൊത്തം കോളിൻ്റെ പ്രൈസാണ്. ഈ ഒരു സൈഡ് കാണുന്നത് മൊത്തം പുട്ടിൻ്റെ പ്രൈസാണ്. കോൾ എന്താണെന്ന് പുട്ട് എന്താണെന്നുള്ളതിന് കൂടുതൽ കാര്യങ്ങളൊന്നും ജസ്റ്റ് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. അതുകൂടാതെ ഇതിൽ മണിനെസ് പറയാനുണ്ട്, ആ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. അപ്പോൾ പ്ലേലിസ്റ്റിൽ ആക്കി ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ആകുമ്പോൾ ഒന്നിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കൂടുതൽ കാര്യങ്ങൾ. എന്തായാലും ഈ സൈഡ് കാണുന്നത് മൊത്തം കോൾ ഓപ്ഷൻസാണ്, ഈ സൈഡ് മൊത്തം പുട്ട് ഓപ്ഷൻസാണ്. ഇപ്പോൾ ഇതിൽ കോൾ ഓപ്ഷൻ്റെ LTP നമുക്കിവിടെ കാണാൻ പറ്റും. LTP ഏറ്റവും അടുത്തുള്ളത് 16,900 42.95 ആണ്. ഓക്കെ, ഏകദേശം ഇപ്പോൾ 44 ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോ വാല്യൂസ് എടുത്ത് നോക്കാം. സ്പോട്ട് പ്രൈസ് ഇപ്പോൾ 16,893. സ്പോട്ട് 16,893. ഇനി ഇതേപോലെ നമ്മൾ അതിനടുത്തുള്ള സ്ട്രൈക്ക് എടുക്കുന്നുള്ളത് നമ്മൾ 16,900 അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പ്രീമിയം 41.
ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം, ഏകദേശം നമുക്കിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ഈ വാല്യൂസ് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് കോൾ ഓപ്ഷനാണ്, ഓപ്ഷൻ ടൈപ്പ് കോളാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കോൾ ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ നോക്കിയത്. ഇപ്പോൾ ഉള്ള സ്പോട്ട് 16,890 ആ റേഞ്ചിലാണ്. സ്ട്രൈക്ക് എടുത്തിട്ടുള്ളത് 16,900 ആണ്. ഇതിൻ്റെ പ്രീമിയം 41. നമുക്ക് ഇതിൽ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇൻട്രിൻസിക് വാല്യൂ ഈക്വൽ ടു മുകളിൽ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ തുടക്കത്തിൽ പറഞ്ഞതാണ്. കോൾ ഓപ്ഷൻ്റെ ഇൻട്രിൻസിക് വാല്യൂ സ്പോട്ട് പ്രൈസിൽ നിന്ന് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് ചെയ്താൽ മതി. സ്പോട്ട് 16,893 മൈനസ് 16,900. ഇപ്പോൾ ഏകദേശം നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. നമുക്കത് 0 എന്ന് എഴുതാം. ഒരിക്കലും ഇൻട്രിൻസിക് വാല്യൂ നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഇതിന് ഇൻട്രിൻസിക് വാല്യൂ ഇപ്പോൾ 0 ആണ്. ഇനിയിപ്പോൾ ഇത് പോസിറ്റീവ് ആവും. എപ്പോഴായിരിക്കും പോസിറ്റീവ് ആവുന്നത്? ഈ സ്പോട്ട് പ്രൈസ് 16,900 ആയാൽ ഇത് എത്രയാവും? 16,900 മൈനസ് 16,900 0 ആവും. ഇനി ഇത് 16,901 ആവുന്നുണ്ടെങ്കിൽ 16,901 ആയാൽ ഇവിടെ എത്രയാവും? 16,901 മൈനസ് 16,900 ഏകദേശം 1 ആവും. ഇനി ഇതിൻ്റെ വാല്യൂ 16,930 ആയാലോ? നിഫ്റ്റി മുകളിലോട്ട് പോയി 16,930 ആയി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാവും? 30 ആവും. അപ്പോൾ ഈ ഒരു 16,930 എക്സ്പയർ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇൻട്രിൻസിക് വാല്യൂ 30 ആയിരിക്കും. പക്ഷെ അതിൽ അപ്പോൾ ടൈം വാല്യൂ ഒന്നും ഉണ്ടായില്ല. ഇനി ഇപ്പോഴത്തെ കേസിൽ തന്നെ വരാം. ഇപ്പോൾ ഉള്ള എത്രയാണ്? 890 ആണ് റേഞ്ചല്ല. 16,890 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 16,890. ഇപ്പോൾ ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 0 ആണ്. പക്ഷേ ഇതിനിപ്പോൾ എത്രയാണ്? പ്രീമിയം 41 റുപ്പീസ് ഉണ്ട്. ഇതിൽ ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. അപ്പോൾ ഈ ടോട്ടൽ 41 റുപ്പീസും എന്താണ്? ഇതിൻ്റെ എക്സ്ട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫുൾ വാല്യൂ എന്ന് പറയുന്നത് ടൈം വാല്യൂ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് വാല്യൂ ആണ്. 41 റുപ്പീസും ഈ പ്രീമിയത്തിൽ വരുന്നത്. ഇനി വേറൊരു ഓപ്ഷൻ എടുത്ത് നോക്കാം. നമുക്ക് ഇന്ത മണിയുള്ള ഒരു ഓപ്ഷൻ എടുത്ത് നോക്കാം. 16,800 എടുത്ത് നോക്കാം. സ്ട്രൈക്ക് എടുക്കുന്നത് നമ്മൾ 16,800 ആണ്. ഇനി അതിൻ്റെ പ്രീമിയം വരുന്നത് 102 ആണ്. വാല്യൂ ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ടല്ലോ അതിന്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാൻ വേണ്ടി ഇത് മതി. ഇപ്പോൾ ഓക്കെ, 102 ആണ്. ഇതും ഓപ്ഷൻ കോൾ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിനി നോക്കാം. ഇനി ഇതിൻ്റെ ഇക്വേഷൻ സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസ് എത്രയാണ്? 16,800. 890 ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇൻട്രിൻസിക് വാല്യൂ ഇടുന്നത് 90 ആണ് ഇൻട്രിൻസിക് വാല്യൂ ഇടുന്നത്. പക്ഷേ ഇപ്പോൾ പ്രീമിയം എത്രയാണ്? 102 ആണ്. പ്രീമിയം 102, ഇൻട്രിൻസിക് വാല്യൂ വരുന്നത് 90 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂ എത്രയായിരിക്കും? ഇപ്പോഴും 102 90 ഇൻട്രിൻസിക് വാല്യൂ ഉള്ളൂ. ബാക്കിയുള്ള എത്രയാണ്? 12 റുപ്പീസ്. അതായിരിക്കും അതിൻ്റെ എക്സ്ട്രിൻസിക് വാല്യൂ. അതിൻ്റെ 12 റുപ്പീസാണ് എക്സ്ട്രിൻസിക് വാല്യൂ ഇപ്പോൾ ഉള്ളതിൻ്റെ സിക് വാല്യൂ. അപ്പോൾ 102 മൈനസ് 90 അത്രയായിരിക്കും ഇതിൻ്റെ എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ ടൈം വാല്യൂ. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ. എക്സ്പയർ ആകാനും ടൈമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ടൈം വാല്യൂ ഇപ്പോഴും ബാക്കിയുള്ളത്. പക്ഷേ ഇതേ ലെവലിലാണ് ഇപ്പോൾ എക്സ്പയർ ആവുന്നുള്ളതെങ്കിൽ ഇപ്പോൾ ഇതിൽ എന്തേ ബാക്കി ഉണ്ടാവും? ലാസ്റ്റ് ഇൻട്രിൻസിക് വാല്യൂ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഈ ഒരു 90 അടുത്തായിരിക്കും ഇതിൻ്റെ ഈ പ്രീമിയം. ബാക്കി നമ്മൾ ഈ പറഞ്ഞ ഈ 12 റുപ്പീസ് ഉണ്ടാവില്ല. ആ ഒരു 90 റുപ്പീസ് മാത്രമായിരിക്കും ബാക്കിയാവുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് 2 പുട്ട് ഓപ്ഷനും കൂടി എടുത്ത് നോക്കാം. സ്പോട്ട് പ്രൈസ് 16,850 ആയിട്ടുണ്ട്.
നമുക്ക് 16,800 പുട്ട് എടുത്ത് നോക്കാം. ഇതിന് പ്രീമിയം വരുന്നത് 25 നമ്മളെടുത്തുള്ള ഓപ്ഷൻ ടൈപ്പ് ഏതാണ്? പുട്ട് ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. സ്ട്രൈക്ക് എത്രയാണ് വരുന്നത്? 16,800 മൈനസ് സ്പോട്ട് പ്രൈസ്. 16,800 മൈനസ് സ്പോട്ട് പ്രൈസ് 16,850. അപ്പോൾ ഇതും നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ വരുന്നത് 0 ആയിരിക്കും. പക്ഷേ ഇതിലിപ്പോൾ പ്രീമിയം 25 വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ വരുന്ന എമൗണ്ട് എന്തായിരിക്കാം? ഫുള്ളായിട്ടും ടൈം വാല്യൂ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് വാല്യൂ ആണ് ഈ ഒരു വരുന്ന 25 റുപ്പീസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഇന്ത മണി പുട്ട് ഓപ്ഷൻ കൂടി നോക്കാം. അതിനുശേഷം നിർത്താം. ഇപ്പോൾ അറിയാം 16,860 എടുത്താണ്. അതായത് 16,850 എടുക്കാം നമുക്കിപ്പോൾ. ഓക്കെ, സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസ് ഉള്ളത് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പറഞ്ഞ് 16,900 പുട്ട് ഓപ്ഷനാണ്. 16,900. അതിൻ്റെ പ്രീമിയം ഇപ്പോൾ വരുന്നുള്ളത് 64 അറിയാം നിങ്ങൾക്ക്. ഇപ്പോൾ പുട്ട് ഓപ്ഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് മൈനസ് സ്പോട്ട്. സ്ട്രൈക്ക് 16,900 മൈനസ് സ്പോട്ട് 16,850. 16,900 മൈനസ് 16,850. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ എത്ര വരുന്നുണ്ട്? 50 റുപ്പീസ്. അത്രയാണ് ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ഇടുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രീമിയം എത്രയാണ്? 64. അപ്പോൾ എക്സ്ട്രിൻസിക് വാല്യൂ എത്രയായിരിക്കും? സിമ്പിളാണ്. 64 മൈനസ് 50. സോറി, മൈനസ് 50. സോറി, 14. അപ്പോൾ ആ 14 റുപ്പീസാണ് അതിൻ്റെ ടൈം വാല്യൂ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രീമിയത്തിൽ 14 റുപ്പീസ് ടൈം വാല്യൂ ആണ്. ബാക്കി 50 റുപ്പീസ് ഇൻട്രിൻസിക് വാല്യൂ ആണ്. ഇനി ഈ ഒരു സ്ട്രൈക്ക് 16 ഇപ്പോൾ ഉള്ള അതേ വാല്യൂവിലാണ് ഇത് എക്സ്പയർ ആവുന്നുള്ളതെങ്കിൽ ഇപ്പോൾ ഇതിൽ ബാക്കിയാവുന്ന പ്രീമിയം എത്രയായിരിക്കും? വെറും 50 റുപ്പീസ് ആയിരിക്കും. ബാക്കി 14 എന്നുള്ള ടൈം വാല്യൂ 0 ആയിട്ട് പോകും. അത്രയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. എക്സ്പയർ ആവുന്ന സമയത്ത് ബാക്കി ഉണ്ടാകുന്ന പ്രൈസ്, അതാണ് ഇൻട്രിൻസിക് വാല്യൂ. 50 റുപ്പീസിൽ ഏകദേശം 50 റുപ്പീസ്, ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഏകദേശം 50 റുപ്പീസിൽ എക്സ്പയർ ആവും. ഇനി ഈ ഒരു കാര്യം കൂടി എൻ്റെ ഒന്നിച്ച് പറയാനുണ്ട്. നമ്മൾ ഈ ഒരു പ്രീമിയത്തിൽ 64 റുപ്പീസിൽ 16,900 പുട്ട് ഓപ്ഷൻ ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് പ്രോഫിറ്റ് ആണെങ്കിൽ എവിടെ ഇത് എക്സ്പയർ ആണോ? തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ 16,900 താഴെ പോകുമ്പോൾ തന്നെ നമ്മളെ ഇൻട്രിൻസിക് വാല്യൂ 0ന് മുകളിൽ പോയി തുടങ്ങും അല്ലേ? ഒരു ഇൻട്രിൻസിക് വാല്യൂ 1 വരും. നമ്മളിപ്പോൾ 16,850 എത്തുമ്പോൾ ഏകദേശം 50 റുപ്പീസ് ഇൻട്രിൻസിക് വാല്യൂ വന്നു. പക്ഷേ നമുക്കിതിൽ 50 റുപ്പീസ് കിട്ടിയാലും പോരാ. കാരണം എന്താണ്? നമ്മൾ പ്രീമിയം ആയിട്ട് 64 റുപ്പീസ് അടച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ കേസിൽ ഇന്ദമണിയാണ്. പക്ഷേ ഇന്ദമണി ആയാലും നമുക്കതിൻ്റെ ആ പേ ചെയ്ത പ്രീമിയം കൂടി കഴിഞ്ഞാലേ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റൂ. ബൈ ചെയ്താൽ ഈ ഒരു 16,900 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തോന്, 64 ബൈ ചെയ്തോന് ഇപ്പോൾ ഏകദേശം 16,836 താഴെ ക്ലോസ് ചെയ്താലേ തിയറിറ്റിക്കലി ഇവനിത് പ്രോഫിറ്റ് ആവും. കാരണം 16,900 16,836 ക്ലോസ് ചെയ്താൽ 16,900 16,836 മൈനസ് ചെയ്താൽ ഏകദേശം 64 കിട്ടും. അപ്പോൾ ഓന് നെറ്റ് പ്രോഫിറ്റിലേക്ക് കടക്കണമെങ്കിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്താലേ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തും. പക്ഷേ ഓപ്ഷൻ സെല്ലറിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നീട് പറയാം. ഈ ബൈയിങ്ങും സെല്ലിങ്ങും നമ്മളുടെ അഡ്വാൻറ്റേജും കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് ശേഷം പറയാം. അല്ലാണ്ട് ഇപ്പോൾ പറഞ്ഞാൽ അത് കൂടുതൽ കൺഫ്യൂഷൻ ആവും. എന്തായാലും ഇത്രയും കാര്യം മനസ്സിലാക്കാം. നമുക്ക് ആ ഒരു പേ ചെയ്ത പ്രീമിയം കൂടി ആഡ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു.